വിവാഹശേഷം സ്ത്രീകൾക്ക് ഭർതൃവീടുകളിൽ വെച്ച് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ സംബന്ധിച്ച നിരവധി പരാതികൾ വനിതാ കമ്മീഷന് മുമ്പാകെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. വയോജനങ്ങൾക്ക് മനസമാധാനം നൽകാൻ പകൽ വീടുകൾ ഒരുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ജീവിതത്തിന്റെ വസന്തകാലത്ത് താലോലിച്ചു വളർത്തിയ മക്കൾ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്നില്ല. പരാതികളും വന്നുകൊണ്ടിരിക്കുകയാണ്. വയോജനങ്ങൾക്ക് മനസമാധാനം നൽകാൻ പകൽ വീടുകൾ ഒരുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷം ചെയർപേഴ്സൺ പറഞ്ഞു. വളരെ അടുത്തടുത്ത് വീടുകൾ വന്ന സാഹചര്യത്തിൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വീട്ടുകാർ തമ്മിൽ ഉടലെടുക്കുന്ന തർക്കങ്ങളും വൻതോതിൽ കമ്മീഷന് മുമ്പാകെ എത്തുന്നുണ്ട്. വീടുകളിലേക്കുള്ള വഴിത്തർക്കങ്ങളും ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ ജാഗ്രതാ സമിതികൾ ഇടപെട്ട് അയൽ വീട്ടുകാർ സൗഹാർദ്ദ ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം. സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ വനിതാ കമ്മീഷൻ ഇടപെട്ട് ബോധവൽക്കരണ പരിപാടികൾ നടത്തും. 10-ൽ കുറഞ്ഞ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതമായി ജോലി ചെയ്യുന്നുണ്ട് എന്ന് കലക്ടർ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വിവാഹ സമയത്ത് സ്ത്രീകൾക്ക് ലഭ്യമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും മറ്റു വസ്തുവകളൊക്കെ തന്നെ ഭർതൃവീട്ടുകാർ കൈവശപ്പെടുത്തുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടുള്ള പരാതികളാണ് ഏറെയും. ബന്ധങ്ങൾ ശിഥിലമാകുന്ന സമയത്ത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള തർക്കങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. ഞങ്ങൾ ഇത്തരം പരാതികൾ പലപ്പോഴും ഇവിടെ രമ്യമായിട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കി കൊടുക്കാൻ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. ജില്ലാ തലത്തിലുള്ള ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ മുമ്പാകെ ഇത്തരം പരാതികൾ അയച്ചു നൽകാറുണ്ട്. ഗാർഹിക ചുറ്റുപാടുകളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ഒരുക്കുന്നത്. കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് കുഞ്ഞായിഷ, അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ, അഡ്വക്കേറ്റ് ഷിമ്മി, കൗൺസിലർ മാനസ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. കമ്മീഷന് മുൻപാകെ വന്ന 67 പരാതികളിൽ 12 എണ്ണത്തിൽ തീർപ്പാക്കി. 5 എണ്ണം പോലീസ് റിപ്പോർട്ടിങ്ങിനും 3 എണ്ണം ജാഗ്രതാ സമിതിക്കും മാറ്റിവെച്ചിരിക്കുകയാണ്. 45 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ.